കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. നടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിയിക്കാനായില്ല. ഒന്നാം പ്രതി പൾസർ സുനി മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി ഡിസംബർ 12-ന്. തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്നും കോടതി വിധി മാനിക്കുന്നുവെന്നും അതിജീവിത. സംഭവത്തിന്റെ സൂത്രധാരൻ ആരെന്ന ചോദ്യം ബാക്കി. വിചാരണ വേളയിൽ സാക്ഷികൾ കൂറുമാറിയത് വിധിയെ ബാധിച്ചുവെന്ന് സംശയം. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്ന നടി ഭാഗ്യലക്ഷ്മി. ഇത് അന്തിമ വിധിയല്ലെന്നും ഉന്നത നീതിപീഠങ്ങളിൽ കാണാമെന്നും കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മുൻ ADGP ബി സന്ധ്യ. വിധിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രണ്ടാം ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് SP ജി പൂങ്കുഴലി. കരഞ്ഞ് കാലുപിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തെന്ന മൊഴി. ഇടത് സഹയാത്രികനായ ചലച്ചിത്ര സംവിധായകനെതിരെ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. IFFK സ്ക്രീനിങ്ങിനിടയിൽ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് പോലീസ്. കേരളത്തിലെ SIR കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കും. കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ.